കഴിഞ്ഞ ആഴ്ച കുറേ ഇൻഫ്ലുവൻസർമാരുടെ ചാനലുകൾ, അതായത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ കേരള പോലീസ് പൂട്ടിച്ചു. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് 5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന മല്ലു സുജിൻ്റെ അതായത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വരെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒഫീഷ്യൽ മെറ്റയിൽ പോയിട്ട് പൂട്ടിക്കാൻ സൈബർ പോലീസ് ആവശ്യപ്പെടുകയും അങ്ങനെ പൂട്ടിക്കുകയും ചെയ്തു. വയനാടൻ വ്ളോഗർ, അതുപോലെ കുറേ ആളുകൾ, ഫൈസാന, അങ്ങനെ കുറച്ച് ആളുകളുടെ അക്കൗണ്ടുകളാണ് പൂട്ടിയത്. അതിൻ്റെ കാരണം ഞാനൊരു വാർത്തയിൽ പറഞ്ഞിരുന്നു. എന്തായിരുന്നു കാരണം? ബെറ്റിംഗ് ആപ്പുകൾ, ഗാംബിളിംഗ് ആപ്പുകൾ, ചൂതാട്ടം. അമ്പലപ്പറമ്പിലെ ചൂതാട്ടം പോലെ 1 രൂപ 2 രൂപ വെച്ച് കളിച്ച് കട്ടയും ബോർഡുമൊക്കെ കളിക്കില്ലേ, പാമ്പും കട്ടയും കളിക്കുന്ന പോലെ കുലുക്കി കുത്ത്, അങ്ങനെയുള്ള കളികളല്ല. നിങ്ങളുടെ കയ്യിൽ 500 രൂപയുണ്ടെങ്കിൽ ഈ ഇൻഫ്ലുവൻസർ പറയും 500 രൂപ വെച്ച് കളിക്കൂ. ലെവൽ 1, 2, അതായത് 5ഉം 6ഉം ലെവലുകൾ കളിക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രമേ കളിക്കാവൂ എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞ് പ്രലോഭനത്തിൽ വീഴ്ത്തി നിങ്ങളെ കളികളിലേക്ക് ഇറക്കും. അതിൽ ഒരു പെൺകുട്ടിയുടെ വീഡിയോ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ആ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് നെക്ലസ് എടുക്കാൻ പോവുകയാണ്. നെക്ലസ് ഒരു വലിയ ജ്വല്ലറിയിൽ പോയിട്ട് പറയുകയാണ്, എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു നെക്ലസ് വാങ്ങി കൊടുക്കുകയാണ്. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്, സുന്ദരിയാണ് കാണാൻ. എന്നിട്ട് ക്യാമറയിൽ പറയുന്നു, എൻ്റെ അമ്മയ്ക്ക് ഒരു നെക്ലസ് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് എവിടെ നിന്ന് കാശ് കിട്ടിയെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ആ കാശ് ഞാൻ ഈ ഗെയിമിലൂടെ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് മൊബൈൽ ഫോണിൽ ആ ഗെയിം കളിക്കുന്നത് കാണിച്ചിട്ട് അവൾക്ക് ആയിരക്കണക്കിന് രൂപ ആ ഗെയിമിൽ നിന്ന് ലഭിക്കുന്നതും കാണിക്കുന്നു. ഇത് കാണുന്ന ഒരു സാധാരണ മനുഷ്യൻ ഞെട്ടിപ്പോകില്ലേ? എന്നിട്ട് ആ ഗെയിം കളിക്കേണ്ട രീതി ആ പെൺകുട്ടി വിശദീകരിക്കുന്നു. ഇങ്ങനെ ഒരു ലിങ്കിൽ കയറുക, ആ ലിങ്കിൽ നിന്ന് മറ്റേ ലിങ്കിലേക്ക് പോവുക, എന്നിട്ട് നിങ്ങൾ കളിച്ചു തുടങ്ങുക, ഇങ്ങനെയൊക്കെയാണ് കളിക്കേണ്ടത് എന്ന് വിശദമാക്കി കൊടുക്കുക. ഈ വിശദമാക്കുന്നതിന് ഈ പെൺകുട്ടിക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഗാംബിളിംഗ് കമ്പനി അല്ലെങ്കിൽ ബെറ്റിംഗ് കമ്പനി നൽകുന്നത്. ഈ വീഡിയോ തയ്യാറാക്കുന്നതിന് ആ കമ്പനി കൊടുക്കുന്ന കാശാണ് ഈ പെൺകുട്ടിയുടെ വരുമാനം. ഈ കമ്പനി കൊടുക്കുന്ന കാശ് വച്ചിട്ടാണ് ഈ പെൺകുട്ടി മാലയും വളയും നെക്ലസും ഒക്കെ വാങ്ങുന്നത്. എന്നാൽ ഇത് അവതരിപ്പിക്കുന്ന രീതി, ഈ വീഡിയോയിൽ കാണിക്കുന്ന, മൊബൈൽ ഫോണിൽ കാണിക്കുന്ന ഈ ലിങ്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വ്യാജമാണ്, ഫേക്കാണ്, നിങ്ങളെ കബളിപ്പിക്കാനുള്ളതാണ്. അതൊക്കെ അന്വേഷിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. സൈബർ പോലീസ് അത് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ വിരുദ്ധന്മാർ, ഈ ലിങ്കൊക്കെ വ്യാജമാണ് കണ്ടെത്തുന്ന സൈബർ വിരുദ്ധന്മാർ അത് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ എന്നെക്കാൾ സമർത്ഥരായിരിക്കും നിങ്ങളൊക്കെ, നിങ്ങളത് കണ്ടിട്ടുണ്ടാകും, ഇതിനു മുമ്പ് തന്നെ അത് മനസ്സിലാക്കിയിട്ടുമുണ്ടാകും. അങ്ങനെയുള്ള ആരും ഇത് കളിക്കാനും ഇടയില്ല. സാധാരണക്കാർ, വീട്ടമ്മമാരൊക്കെ വീട്ടിലിരുന്ന് മുഷിയുമ്പോഴാകും ഒരുപക്ഷെ ഇത് കളിക്കുന്നത്. പക്ഷേ കളിച്ച് അപകടത്തിൽപ്പെട്ട് തൂങ്ങി മരിക്കുന്ന ആളുകളും കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യുന്നവരും റെയിൽവേ ട്രാക്കിൽ അഭയം തേടുന്നവരുമൊക്കെ ധാരാളം പേരുണ്ട് കേരളത്തിൽ. സ്കൂൾ കുട്ടികൾ വരെ അപകടത്തിൽപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. 8 ലക്ഷം 9 ലക്ഷം കോടിക്കണക്കിന് രൂപ കടം. 1 രൂപയ്ക്ക് കളിച്ചാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടും, 1 ലക്ഷത്തിന് കളിച്ചാൽ നിങ്ങൾക്ക് 1 കോടി രൂപ കിട്ടുമെന്നാണ് പ്രലോഭനം. എങ്ങനെ കളിക്കാതിരിക്കും? ഒരു ഓട്ടോ തൊഴിലാളി നിങ്ങൾക്ക് ട്രക്ക് വാങ്ങാനുള്ള കാശ് കിട്ടും, പിന്നെ നിങ്ങൾ എന്ന് ഓട്ടോ ഓടിച്ചുകൊണ്ട് നടക്കേണ്ടതിന്. വേറൊരു ഇൻഫ്ലുവൻസർ ഒരു ഓട്ടോക്കാരനെ കൈ കാണിച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് ഓട്ടോറിക്ഷയിൽ മുഴുവൻ, ഇന്ന് ഞാൻ ഓട്ടോയിൽ കയറാൻ പോവുകയാണ്, അയാൾക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കൊടുക്കുന്നു. ഇതാണ് ഒന്നാമത്തെ പ്രലോഭനം. എന്നിട്ട് ഓട്ടോയിൽ കയറുന്നു, തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ കയറുന്നു, എന്നിട്ട് അയാളുടെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കൊടുക്കുന്നു, അതിൻ്റെ കാശ് കൊടുക്കുന്നു. എന്നിട്ട് ഒരു ദിവസം ഓടിയാൽ എത്ര രൂപ കിട്ടും, അത് ഇത്ര രൂപ കിട്ടും, ആ തുക മുഴുവൻ കൊടുക്കുന്നു. എന്നിട്ട് ക്യാമറ നോക്കി പറയുകയാണ്, ഈ കാശ് എനിക്ക് എങ്ങനെ കിട്ടിയെന്നല്ലേ നിങ്ങളുടെ സംശയം, ഇതാ കാണിച്ചു തരാം. എന്നിട്ട് വീണ്ടും മൊബൈൽ തുറക്കുന്നു, അയാളും അത് തന്നെ, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഇതാ മറ്റേ ലിങ്കിൽ വരുന്നു, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതാ എനിക്ക് കൈ നിറച്ച് കാശ് വരുന്നു. ഇനി വേറൊരു പെൺകുട്ടി, കോളേജിൽ ഫീസ് അടയ്ക്കാൻ സമയമായി, എൻ്റെ വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, കലിപ്പുണ്ട്, അപ്പനോടും അമ്മയോടും പൈസ ചോദിക്കുന്നില്ല, പക്ഷേ എൻ്റെ കയ്യിൽ സ്വന്തം പണമുണ്ട്, ഞാനത് ATM പോയി പൈസ എടുക്കുകയാണ്. ATM കുത്തുന്നു, പൈസ അട്ടിക്കണക്കിന് പൈസ വരുന്നു. 20,000 ആയിരിക്കണം, ATM അത്രയല്ലേ, 10,000 രൂപയായിരിക്കണം, പലതവണയായിട്ടായിരിക്കണം എടുത്തത്. എന്നിട്ട് പൈസ എണ്ണി കാണിക്കുകയാണ്. കണ്ണ് മഞ്ഞളിച്ചു പോകില്ലേ കണ്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ? ഇതെങ്ങനെയാണ് എന്ന് പെൺകുട്ടി കാണിച്ചു കൊടുക്കുന്നു. ഞാൻ ഇങ്ങനെ കളിച്ചിട്ടാണ് പൈസ കിട്ടിയത്. അതിനെയാണ് ഓൺലൈൻ ചൂതാട്ടം, ഓൺലൈൻ ഗാംബിളിംഗ്, ബെറ്റിംഗ് ആപ്പ് എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് ആളുകൾ പോയി വീണ് കൊടുക്കുകയാണ്. ഈയാമ്പാറ്റ വെളിച്ചത്തിലേക്ക് പറന്നെടുത്ത് ചിറകുകൾ മുറിഞ്ഞുപോയി വീണുപോയി ചത്തുപോകുന്നത് പോലെ ആളുകൾ പോകുന്നു. എന്നിട്ട് നമുക്ക് കളിക്കാൻ അറിയാമോ? എന്നിട്ട് ഈ ബെറ്റിംഗ് ആപ്പുകൾ ഇൻഫ്ലുവൻസർമാരിങ്ങനെ പ്രൊമോട്ട് ചെയ്തല്ലോ, വീഡിയോ കാണിച്ച് നെക്ലസ് വാങ്ങുന്നതും ഓട്ടോക്കാരൻ്റെ പെട്രോൾ അടിച്ചു കൊടുക്കുന്നതും കാണിച്ചു. അതുപോലെ തന്നെ കോളേജിൽ ഫീസ് അടയ്ക്കുന്നത് കാണിച്ചു, കല്യാണത്തിന് തുണിയെടുക്കുന്നത് കാണിച്ചു, ഉമ്മയ്ക്കും ഉപ്പയ്ക്കും തുണിയെടുത്ത് കൊടുക്കുന്നത് കാണിച്ചു. അങ്ങനെ പലതും കാണിച്ച് പ്രലോഭനത്തിൽ വീഴ്ത്തി ആളുകളെ വലയിലാക്കി ചാക്കിലാക്കി കൊടുത്തു. രാജാ ഗാംബിളിംഗ്, പിന്നെ പല ഗാംബിളിങ്ങും ഉണ്ട്, പേര് പോലും പറയാൻ കൊള്ളാത്ത പല ഗാംബിളിംഗ് ആപ്പുകളുമുണ്ട്. അങ്ങനെ അവസാനം സൈബർ പോലീസ് ഇടപെട്ട് ഇവൻ്റെയൊക്കെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ പൂട്ടിച്ചു. എന്നിട്ടും വിട്ടോ? നമ്മൾ കരുതി യുവമാരൊക്കെ ഈ പണി നിർത്തിയെന്നാണ് കരുതിയത്. ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ യുവമാർക്ക് എങ്ങനെ പണി നിർത്താൻ പറ്റും?
ലക്ഷങ്ങളുടെ വരുമാനമാണ് വന്നുകൊണ്ടിരുന്നത്. ഇൻസ്റ്റഗ്രാം പൂട്ടി. 5 ലക്ഷം 6 ലക്ഷമൊക്കെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉണ്ടായിരുന്ന ഇവൻ്റെയൊക്കെ അക്കൗണ്ടുകൾ പൂട്ടി. യൂട്യൂബിലൊന്നും ഇങ്ങനെ ഇട്ട് കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. അവരുടെ തന്നെ നിയമവ്യവസ്ഥകൾ അതിനെതിരായതുകൊണ്ട് അങ്ങനെ വീഡിയോകളൊന്നും അവർ പ്രൊമോട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോകുന്നത്. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അല്ലാതെ കാശ് കിട്ടില്ല, വ്യൂവേഴ്സിനെ വെച്ചിട്ട് കാശ് കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രോഡക്റ്റ് പ്രൊമോഷൻ നടത്തുന്നത്. പ്രോഡക്റ്റ് ഇങ്ങനെയുള്ള ഗാംബിളിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാശ് കിട്ടുന്നു. ഈ കാശാണ് ഇവർ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നത്. ആളുകളെ ഈ വലയിലോട്ട് വീഴ്ത്തി കൊടുക്കുന്നു. ഒരാൾ ചേർന്നാൽ കമ്മീഷൻ, അയാൾ കളിച്ചാൽ കമ്മീഷൻ, അയാൾക്ക് കാശ് പോയാൽ കമ്മീഷൻ. കാശ് കമ്പനിക്ക് എത്ര രൂപ കിട്ടുന്നു, 10 രൂപ കിട്ടിയാൽ എത്ര രൂപ നിങ്ങൾക്ക് കമ്മീഷൻ. ആ വ്യവസ്ഥയിലാണ് കളി. അതാണ് ചതിവ്. ഈ ചതിവിലേക്ക് പെടുത്തുന്നതിനാണ് ഇവർക്ക് കമ്മീഷൻ കിട്ടുന്നത്. എടാ, നിൻ്റെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ നിൻ്റെ ഭാഷയിലൂടെ പറഞ്ഞ് ചതിവിൽപ്പെടുത്തിയിട്ട് നീ ആ കമ്മീഷൻ വാങ്ങി സുഖിക്കുന്നു. അത് ശരിയായ കാര്യമാണോ? ഇവരെയൊക്കെ പോലീസ് ശരിക്കും ചീറ്റിംഗ് കേസിൽ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അറസ്റ്റ് നിർഭാഗ്യവശാൽ കേരള പോലീസ് ഇവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവരുടെ അക്കൗണ്ടുകൾ പൂട്ടിച്ചത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വാതന്ത്ര്യം കൂടി. എൻ്റെ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് പോയതല്ലേ ഉള്ളൂ, മറ്റു വഴിയിലൂടെ ഇത് പ്രൊമോട്ട് ചെയ്യാമല്ലോ. വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഗ്രൂപ്പുകളിലൂടെ ചാറ്റായി, പിന്നെ അതിലൂടെ ചീറ്റിംഗ് ആയി. ഗ്രൂപ്പ് ചാറ്റിംഗ് എന്ന് പറഞ്ഞാൽ രസകരമാണ്. 1-ാം ഘട്ടം 2-ാം ഘട്ടം എത്ര പേരിന്ന് കളിച്ചു? കളിച്ചവർ പറയുന്നു 150. ഇന്ന് കളിച്ചവരുടെ എണ്ണം 150, കിട്ടിയവരുടെ എണ്ണം 60, ബാക്കി നഷ്ടപ്പെട്ടവരുടെ എണ്ണം ബാക്കി. എന്നിട്ട് കളിയിൽ പരാജയപ്പെട്ടവർക്ക് അടുത്ത ടിപ്പ്. ഞാൻ നിങ്ങളോട് പല ആവർത്തി പറഞ്ഞതല്ലേ, 1-2 സ്റ്റെപ്പുകൾക്ക് കളിക്കാനുള്ള കാശ് മാത്രം വെച്ചിട്ട് നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകും. നിങ്ങൾ ഒരു 6-7 ലെവലുകൾ വരെ കളിക്കാനുള്ള കാശ് നിങ്ങളുടെ കയ്യിൽ വേണം. എന്നിട്ട് മാത്രമേ കളിക്കാവൂ. അല്ലാതെ വെറും ഒരു 500 രൂപയും കൊണ്ട് കളിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ 500 രൂപ പോയാൽ പിന്നെ കളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് 5-6 ലെവലുകൾ കളിക്കാനുള്ള കാശ് നിങ്ങളുടെ കയ്യിൽ വേണം. എന്നിട്ടേ നിങ്ങൾ ഇരിക്കാൻ പാടുള്ളൂ. എന്നിട്ട് മാത്രമേ കളിച്ച് ജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഇവൻ പറഞ്ഞു കൊടുക്കുകയാണ്. വോയിസ് ക്ലിപ്പുകളുണ്ട്, അതൊക്കെ യൂട്യൂബിൽ സുലഭമാണ്. ഇതിനെതിരെ ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾ അതൊക്കെ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടു നോക്കണം. അപ്പോൾ ഈ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ പൂട്ടിയിട്ടും ഇത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. വാട്സപ്പ് ചാറ്റുകൾ വഴി, ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ വഴി. ഇത് കേരള പോലീസിന് സമർത്ഥമായി യവന്മാരെ പിടിച്ച് അല്ലെങ്കിൽ നിരോധിക്കണമെങ്കിൽ, ഇങ്ങനെയുള്ളവന്മാരെ ഇത്തരം ചീറ്റിങ്, വഞ്ചന അവസാനിപ്പിക്കണമെങ്കിൽ യുവമാരുടെ അക്കൗണ്ടുകൾ പൂട്ടിച്ചാൽ മാത്രം പോരാ, യുവമാരെ കയ്യാമം വച്ച് ഒരാഴ്ചയെങ്കിലും തുറുങ്കിലടക്കണം. വഞ്ചന കുറ്റത്തിന് കേസെടുക്കണം. കേസെടുത്ത് കുറച്ചു കാലം അകത്തിടണം. അപ്പോഴേ യുവമാർക്ക് മനസ്സിലാവുകയുള്ളൂ ഈ ചീറ്റിങ്ങിൻ്റെ കുഴപ്പം. സ്വന്തം ഭാഷയിലൂടെ സ്വന്തം നാട്ടുകാരെയും പരിചയക്കാരെയും ഒക്കെ പറ്റിച്ച് പറ്റിച്ചതിൽ നിന്ന് കമ്മീഷൻ അടിച്ച് ഒരു കുഴപ്പമില്ലാതെ, കൂസലില്ലാതെ ആഡംബര ജീവിതം നയിക്കുന്ന ഇവറ്റകളെയൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ചില യൂട്യൂബർമാരൊക്കെ വിളിക്കുന്നത് വലിയ വലിയ തെറിയാണ് വിളിക്കുന്നത്, തെറികളാണ് വിളിക്കുന്നത്. അത് വേണമോ എന്നെനിക്കറിയില്ല. സഭ്യമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്നത് വലിയ വഞ്ചനയാണ്. ആ വഞ്ചനയ്ക്ക് പോലീസ് കേസെടുക്കണം. കേസെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ്. മാതൃകാപരമായി ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അതിന് നടപടി വേണം. ചീറ്റ് ചെയ്തപ്പെട്ട ഈ വഞ്ചനയ്ക്ക് ഇരയായ ആളുകൾ, ഇന്ന ഇൻഫ്ലുവൻസറുടെ വീഡിയോ കണ്ട ശേഷമാണ് ഞാൻ ഈ കമ്പനിയിൽ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചത്, ഇങ്ങനെ ഒരു ഗാംബ്ലിംഗ് പരിപാടിയിൽ ഏർപ്പെട്ടത്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ചൂതാട്ടത്തിൽ പങ്കെടുത്തത്, ഇതാണ് ആ കമ്പനിയുടെ പേര്. അങ്ങനെ വെച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, സൈബർ സെല്ലിൽ പരാതി കൊടുക്കുക. സൈബർ സെല്ല് അതിൻ്റെ നിയമപരമായ വശം പരിശോധിച്ച ശേഷം ഇത്തരം ഇൻഫ്ലുവൻസർമാർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തി യുവമാരെ പിടിച്ചകത്താക്കണം, ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അതാണ് പോലീസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടിയെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം, എൻ്റെ ആ അക്കൗണ്ട് പൂട്ടിയത് വേറെ ഓപ്ഷൻ കിടക്കുകയല്ലേ, അല്ലെങ്കിൽ ഞാൻ വേറെ പേരിൽ വ്യാജ ഐഡിയിൽ വേറെ ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങി അതിലൂടെ പ്രൊമോട്ട് ചെയ്യും. ഒരിക്കൽ ഒരു കള്ളം ചെയ്ത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ശർക്കര പാനയിൽ കൈയിട്ട് കഴിഞ്ഞാൽ ആരും നക്കിപ്പോകുമെന്ന് പറയില്ലേ? നക്കിപ്പോകും. അങ്ങനെ ഒരിക്കൽ അഴിമതി കാണിച്ച് കള്ളത്തരം കാണിച്ച് കാശുണ്ടാക്കി അവൻ വീണ്ടും കാശുണ്ടാക്കില്ലേ? അവന് വീണ്ടും അവസരം കൊടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. അവന്മാർ വീണ്ടും പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടിച്ചത് കൊണ്ട് മാത്രം ബെറ്റിംഗ് ആപ്പ് പ്രൊമോഷനും ഗാംബ്ലിംഗ് ആപ്പ് പ്രൊമോഷനും ഒന്നും ഇവിടെ കുറയുന്നില്ല. ആളുകൾ വീണ്ടും ചതിവിലും വഞ്ചനയിലും പെടുകയാണ്. പല ആത്മഹത്യകളുടെയും അതുപോലെ തന്നെ നാടുവിട്ടു പോകലുകളുടെയും കൂട്ടക്കൊലകളുടെയും പിന്നിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പും കടബാധ്യതകളുടെ പിന്നിലും ഇത്തരത്തിലുള്ള തട്ടിപ്പും ചതിവുകളുമുണ്ട് എന്ന ഞെട്ടിക്കുന്ന സത്യമാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഇത്തരം മലയാളത്തിലെ ഫ്രോഡുകളായ ഇൻഫ്ലുവൻസർമാരെ പിടിച്ച് തുറുങ്കിലടയ്ക്കാൻ കേരള പോലീസ് തയ്യാറാകണം.